നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കനത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് യു എ കടലിൽ കൊലയാളി തിമിംഗലങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് 2 ദിവസത്തേക്ക് കടലിൽ നീന്തരുതെന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അബുദാബിയിലും ദുബായിലുമാണ് ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചത്. നക്ഷത്ര ഹോട്ടലുകൾ സമീപത്തെ ബീച്ച് വെള്ളിയാഴ്ച വരെ അടച്ചിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് 2 ഓർക്കസുകളെ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ബീച്ചുകളിൽ നീന്തൽ നിർത്തിവെക്കാൻ അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിലെ പരിസ്ഥിതി ആരോഗ്യ സുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓർക്കസുമായി സുരക്ഷിത അകലം പാലിക്കണമെന്നും ഇവയെ കണ്ടെത്തിയാൽ 800555 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അബുദാബി തീരക്കടലിൽ മീൻ പിടിക്കുന്നവരാണ് തിമിംഗലങ്ങളുടെ സാന്നിധ്യം അധികൃതരെ അറിയിച്ചത്. കടലിൽ പോകുന്നവർ തിമിംഗലങ്ങളുടെ സമീപത്തേക്ക് പോകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊലയാളി തിമിംഗലങ്ങൾ സാധാരണ രീതിയിൽ മനുഷ്യരെ ആക്രമിക്കാറില്ല. അതേസമയം മലയാളി യുവാവിന്റെ മരണത്തിന് കാരണമായ ഖോർഫക്കാൻ ബോട്ട് അപകടത്തിൽ ഉൾപ്പെട്ട ബോട്ട് കമ്പനിക്കെതിരെ ഷാർജ പോലീസ് നടപടി തുടങ്ങിക്കഴിഞ്ഞു. കൃത്യവിലോപത്തിന് കേസെടുത്ത പോലീസ് കമ്പനിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. അപകടത്തിൽ ചെറിയ കുട്ടി ഉൾപ്പെടെ 3 മലയാളികൾക്ക് പരിക്കേറ്റിരുന്നു. ബോട്ട് നടത്തിപ്പുകാരെയും അപകട ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകളെ കയറ്റിയതാണ് അപകടത്തിന് കാരണമായത്. 10 പേർക്ക് കയറാവുന്ന ബോട്ടിൽ ജീവനക്കാരടക്കം 16 പേരാണ് ഉണ്ടായിരുന്നത്. കാസർഗോഡ് സ്വദേശി അഭിലാഷാണ് അപകടത്തിൽ മരിച്ച മലയാളി. ബോട്ടുകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പോലീസ് വ്യാപക പരിശോധനയും നടത്തുന്നുണ്ട്. ഏപ്രിൽ 14 ഉച്ചകഴിഞ്ഞ് 3:40 ഉല്ലാസ ബോട്ട് മറിഞ്ഞുവെന്നും അതിൽ ഉണ്ടായിരുന്നവർ കടലിൽ വീണതായും പോലീസ് ഓപ്പറേഷൻസ് റൂമിൽ റിപ്പോർട്ട് ലഭിച്ചതെന്ന് കിഴക്കൻ റീജിയൻ പോലീസ് വിഭാഗം ഡയറക്ടർ കേണൽ ഡോക്ടർ അലി അൽ കായ് അൽ ഹമൂദി പറഞ്ഞത്. റെസ്ക്യൂ ടീമുകൾ, ദേശീയ ആംബുലൻസ്, പോലീസ് പട്രോളിംഗ് എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക സംഘങ്ങൾ തീരദേശ സുരക്ഷാ സൈന്യത്തിന്റെ സഹകരണത്തോടെ കടലിൽ വീണ എല്ലാ യാത്രക്കാരെയും കരയ്ക്കെത്തിച്ചു. പരുക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കുക, ജാഗ്രതയോടെ ബോട്ട് ഓടിക്കുക, യാത്രക്കാർ ലൈഫ് ജാക്കറ്റ് ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും അൽ ഹമൂദി ഉല്ലാസ ബോട്ട് കമ്പനികളോട് ആവശ്യപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.